നമസ്കാരം. പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പ്രസംഗമൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണിയെ പറ്റി എന്തുകൊണ്ടല്ല. ലോകത്ത് ഒരുപാട് തരം ബിരിയാണി ഉണ്ട്. കുറേയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള കേരളത്തിൽ തന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലജാതി ബിരിയാണിയാണ്. ഇവിടെ ഒരു ജഡ്ജി പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ്. തോന്നിയവാസമല്ല, നല്ലൊരു ചിട്ടയും വട്ടങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി, തിരുവനന്തപുരം, കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നത് ഒരു വേറെ ബിരിയാണിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ബിരിയാണിയുണ്ട്. സ്റ്റാർ ബിരിയാണിയുണ്ട്, ലബാക്കട്ട് ബിരിയാണിയുണ്ട്, വേണു ബിരിയാണിയുണ്ട്, അങ്കണ്ണൻ ബിരിയാണിയുണ്ട്. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ബിരിയാണിയുണ്ട്, ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുണ്ട്. പിന്നെ അങ്ങോട്ട് ബോംബെ, അങ്ങനെ കാശ്മീരി ബിരിയാണി പലതരം ബിരിയാണിയാണ്. ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് മാറുന്നതും. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല. പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാകുക തന്നെ ചെയ്യുകയും ചെയ്യും. എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ബിരിയാണി കഴിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ. വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, അങ്ങനെ പല ബിരിയാണി. അങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മൾ കഴിക്കും, ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്യും. ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് തരം കറികളൊന്നും വിളമ്പി അങ്ങനെ വേണ്ട. അതുകൊണ്ട് പലരും അത് എളുപ്പമായിട്ട് ഉണ്ടാക്കുന്നവരും ഒന്നില്ല. ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാവിലൊന്നും വെള്ളം ഓടും. ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ജഡ്ജിമാർ ഈ 10-28 ബിരിയാണി കഴിച്ചത് എങ്ങനെ രീതിയിൽ നല്ല തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അതൊരു വലിയ കഴിവാണ്. നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും നല്ലത് കണ്ടുപിടിക്കുന്ന വലിയ പാടാണ്. ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു. ഇത് കണ്ടുപിടിച്ച ഈ ജഡ്ജസിന് പ്രത്യേകിച്ച് ആശംസ നേരുന്നു. നമസ്കാരം. താങ്ക് യു.